പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വലിയ പരിശുദ്ധ നാമം നമ്മുടെ മധ്യ ഉയർന്നിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ അവസാന വാക്കുകളൊന്ന് വായിക്കുക. അടുക്കൽ ദേവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ഒന്നോടൊന്ന് വായിച്ചേരെ. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. അപ്പോസ്തലന്മാരെ കർത്താവ് വിളിക്കുന്നത് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഏറ്റവും പല നിലയിലാണ് അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം വിളിച്ചിരിക്കുന്ന ഭാഗം രേഖപ്പെടുത്തിയത് ഇവിടെയാണ്. നമുക്കിവിടെ നഥനയേലിനുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇത് പറയുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നഥനയേലിനെ തൻ്റെ സഹോദരൻ, സ്നേഹിതൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നഥനയേൽ ചോദിക്കുന്നത്, എവിടെ വെച്ച് റബ്ബി? പറയും, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാനത് കണ്ടു. ചുമ്മാതെ ഒരു മരത്തിൻ്റെ മറവിലിരുന്നപ്പോൾ കണ്ടു എന്നല്ല അർത്ഥമാക്കുന്നത്. യഹൂദ സംസ്കാരത്തിൽ അത്തിയുടെ കീഴിൽ യഹൂദന്മാർ ഇരിക്കുന്നത് വേദവചനം പഠിക്കാൻ വേണ്ടിയാണ്. വേദവചനം ധ്യാനിക്കുക. നിങ്ങൾ ഇന്നും യെരുശലേമിലെത്തിയാൽ യെരുശലേമിൻ്റെ ആലയത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന വസ്തു എന്ന് പറയുന്ന വിലാപ മതിൽ, അത് ആലയത്തിൻ്റെതൊന്നുമല്ല, അത് നഗരത്തിൻ്റെ മതിലാണ്. ആ നഗരത്തിൻ്റെ മതിലിൽ ഇന്നും അവർ പ്രാർത്ഥിക്കുകയും ചുരുളുകൾ കൊണ്ടുവന്ന് ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഒരു സ്വഭാവമാണ്. സ്ക്രൈബ്സ് എന്ന ന്യായശാസ്ത്രിമാരെന്നും പരീശന്മാരെന്നും സദൂക്യരെന്നും എരിവുകാരെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒത്തിരി സെക്സിൻ്റെ അകത്തുണ്ട്. ഒത്തിരി ഒത്തിരി ഡിവിഷൻസ് യഹൂദന്മാരുടെ അകത്തുണ്ട്. അതിൽ വേദപുസ്തകം പഠിക്കുവാൻ അവർ തങ്ങളെ തന്നെ വേർതിരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെപ്പോലെ സൺഡേയിൽ കേൾക്കുന്ന, സിനഗോഗിൽ ശനിയാഴ്ച കേൾക്കുന്ന ഒരു പ്രസംഗം കൊണ്ടല്ല അവർ തീരുന്നത്. അവർക്കിത് പഠനം വളരെ അത്യാവശ്യമാണ്. 6-ാം വയസ്സ് മുതൽ 12-ാം വയസ്സ് വരെ അവരുടെ റിയൽ പഠനം ആരംഭിക്കുകയാണ്. 1-ാം വയസ്സ് മുതൽ 6-ാം വയസ്സ് വരെ അമ്മ പഠിപ്പിക്കുന്നു. 6-ാം വയസ്സ് മുതൽ 12 വയസ്സ് വരെ അപ്പൻ പഠിപ്പിക്കുന്നു. അപ്പനും അമ്മയും കൂടി പഠിപ്പിക്കുന്നു. 12 മുതൽ 30 വരെ 18 വർഷം നീണ്ട തിയോളജിക്കൽ സ്റ്റഡീസാണ്. 30-ാം വർഷം ഇതെല്ലാം പാസ്സായി കഴിയുമ്പോഴാണ് ഒരാൾ ഗുരുവാകുന്നത്. ഒത്തിരി സാംസ്കാരികമായ കാര്യങ്ങളുണ്ട്. സോ നഥനയേൽ ബീയിങ് എ ടീനേജർ, ഒരു യൗവനക്കാരൻ എന്നിൽ അത്തിയുടെ കീഴിലിരുന്ന് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള ഗുണവിശേഷതയുള്ളവരെയാണ് കർത്താവ് തൻ്റെ കൂടെ നടക്കുവാൻ തിരഞ്ഞെടുത്തത്. എല്ലാ നന്മയും നീതിയും ഉണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്നാൽ അവരിൽ എന്തൊക്കെയോ നന്മകളുണ്ട്. നമുക്കറിയാം, ഏലിയാവ് ഏലിശയെ കണ്ടെത്തുമ്പോൾ ഷഫാത്തിൻ്റെ മകനാകുന്ന ഏലിശ 12 ഏർ കാളകളെ ഒറ്റയ്ക്ക് ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു വചനം പഠിപ്പിക്കുന്നത്. 24 കാളകളെ ഒരുമിച്ച് ഉഴുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി കലപ്പയും കാളയും കെട്ടി ഉഴുകയാണ്. അതിൻ്റെ കൂടെ 12 കലപ്പക്കാരുണ്ടായിരുന്നു അറിയുന്നില്ല. അതിൽ ഏറ്റവും ഒടുവിലത്തതിൻ്റെ കൂടെ എലീശയായിരുന്നു. അധ്വാനിയായിരുന്നു. അതാണ് എലീശയെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഇരട്ടി പങ്കിൻ്റെ ഉത്തരവാദിത്വം, ഇരട്ടി പങ്കിൻ്റെ അക്കൗണ്ടബിലിറ്റി, ഇരട്ടി പങ്കിൻ്റെ ഭാരവാഹിത്വം താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇരട്ടി പങ്കിൻ്റെ ആത്മാവിനെ ദൈവം തനിക്ക് കൊടുത്തത്. അപ്പോൾ നഥനയേൽ ഒരു സ്റ്റുഡിയസായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കണ്ടു. അവനെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി അവൻ്റെ പാസ്റ്റ് കർത്താവ് പറഞ്ഞതാണ്, നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, നീ അനാഥനല്ല, നീ എനിക്ക് അറിവുള്ളവനാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്.
ആ ഭാഗം ഒന്ന് വായിക്കാമോ? 2-3 വാക്യം മുന്നേന്ന്. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടവനോട്, ഉം. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഉം. നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്കുകളിൽ യേശുവിനെ കുറിച്ച് നഥനയേലിന് വേണ്ട പോലെ വിശ്വാസമില്ല എന്ന് കാണുവാൻ കഴിയും. അപ്പോഴാണ് ഫിലിപ്പോസ് അവനെ ഉന്തിത്തള്ളി കൊണ്ടുവരുന്നത്. കാരണം നസ്രത്ത് എന്ന് പറയുന്നത് പൊല്യൂട്ടഡായ ഒരു ദേശമാണ്. ഫോറിനേഴ്സും മറ്റും വന്ന് യഹൂദ സംസ്കാരം നഷ്ടപ്പെടുത്തിയ, ഏകദേശം നഷ്ടമായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രദേശമാണ് ഈ ഗലീല പ്രദേശം. അതിനെ വിളിക്കുന്നത് തന്നെ ജാതികളുടെ ഗലീല എന്നാണ്. ശലോമോന് ആലയം പണിയുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രാജാവായിരുന്ന ഹീരാം ആവശ്യത്തിനുള്ള തടിയും കല്ലുമെല്ലാം ശലോമോൻ എത്തിച്ചു കൊടുത്തു. ശലോമോൻ തനിക്ക് പ്രത്യുപകാരമായി ഇത്രയും 85,000-ഓളം വേലക്കാര്, 10-30,000 സൂപ്പർവൈസേഴ്സൊക്കെ നിന്ന് പണിത പണിക്ക് പകരമായി 20 പട്ടണം ശലോമോൻ തൻ്റെ വലിയ ഉദാര മനസ്കതയിൽ ദാനമായി കൊടുത്തുവെന്ന് ആലയം പണി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ രജക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും പഠിപ്പിക്കും. ഹീരാം വലിയ കാര്യത്തിൽ കാശൊക്കെ മുടക്കി വലിയ രഥങ്ങളിൽ ഈ പട്ടണം കാണാൻ വന്നു. ഈ പട്ടണം കാണാൻ വന്നപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ രാജ്യത്തിൻ്റെ ചവുറ്റുകൂന പോലെ തോന്നി. അദ്ദേഹത്തിന് അത്രയും പോലും ബഹുമാനം കൊടുക്കാൻ കഴിയാത്ത നിലയിലുള്ള ഗുണമില്ലാത്ത പട്ടണമായിരുന്നു. അദ്ദേഹം അതിനെ കബൂൾ എന്ന് വിളിച്ചു. ആ പ്രദേശമാണ് ജാതികളുടെ ഗലീല എന്നറിയപ്പെടുന്നത്. അതവിടെ ജാതികൾ വരാൻ കാര്യം എന്താ? അവിടെ വലിയ ചുങ്കം പിരിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്നവർ സിറിയയിൽ വന്നിട്ട് നേരെ ആഫ്രിക്കയിലേക്ക് പോകുവാൻ ഇസ്രയേൽ വഴി പാസ് ചെയ്യും. ഇസ്രയേൽ വഴി പാസ് ചെയ്യുമ്പോൾ ഇവിടെ ചുങ്കം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ചെക്ക് പോസ്റ്റുള്ളത് ട്രക്സ് ഒത്തിരി കിടക്കുന്നത് പോലെ, ലോറികൾ കിടക്കുന്നത് പോലെ ഈ ഏഷ്യക്കാരുടെയും യൂറോപ്പുകാരുടെയും തിരിച്ച് ആഫ്രിക്കക്കാരുടെയും രഥങ്ങൾ വന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ചുങ്കം പിരിവൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ചായ കച്ചവടം, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ മധുള നാരങ്ങയുടെ ജ്യൂസ് വിൽക്കുന്ന കച്ചവടം, ഫുഡ് വിൽക്കുന്ന കച്ചവടമൊക്കെ ഉള്ളതിനാൽ ഇവർ വന്ന് താമസിച്ച ഏഷ്യക്കാരും യൂറോപ്യൻസും ആഫ്രിക്കക്കാരും ഇസ്രയേൽ മക്കളുടെ ഇടകലർന്നു പോയൊരു പ്രദേശമാണ് ഗലീല, ജാതികളുടെ ഗലീല. ആമേൻ. അവിടുത്തെ ഉള്ള ഒരു നശിച്ച പട്ടണമാണ്, ഒരു ഗുണമില്ലാത്ത പട്ടണമാണ് നസ്രത്ത്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ വർഷം അല്ലേ, ഞങ്ങൾ ഇസ്രയേലിൽ പോയപ്പോൾ ഞങ്ങൾ നസ്രത്തിലെത്തി. അവിടെയെങ്ങും ഒന്നുമില്ലെന്നേ, ചുമ്മാ മൊട്ടക്കുന്നാണ്. പിന്നെ വലിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് വീടൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ ദെയർ. അപ്പം അവിടുന്ന് ഒരു നന്മയും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വരാനില്ല എന്നാണ് അതുവരെയുള്ള അറിവ്. അപ്പം യേശു നസ്രായൻ എന്ന അർത്ഥത്തിൽ ഫിലിപ്പോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേദപുസ്തകം നന്നായിട്ട് പഠിക്കുന്ന നഥനയേലിനെ സംബന്ധിച്ച് അവിടുന്ന് ഒരു നന്മ വരാനായിട്ടില്ല. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നല്ലതായിരുന്നെങ്കിലും തൻ്റെ അകത്ത് അവിശ്വാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഒന്ന് വായിച്ചേ. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. ആ വാക്കുകളുടെ അർത്ഥം എന്താണ്? ദിസ് ഈസ് the real Israelites, real Jew. There is no extra bond in him എന്ന് ഒരു ഫ്രേസിൽ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ കളമില്ല, അവൻ കാപ്പട്യമില്ല. അവൻ എന്ത് ചിന്തിക്കുന്നു അതവൻ പറയുന്നു. അവൻ പറയുന്നത് എന്താണ് അതവൻ ചിന്തിക്കുന്നു. അവൻ്റെ വാക്കും അവൻ്റെ തീരുമാനവും, വാക്കും തീരുമാനവും പ്രവൃത്തിയും ഒന്നായിരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ സിമ്പിൾ റൈറ്റ് ജ്യൂ എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഞെട്ടി. തൻ്റെ വചനം പഠിക്കാൻ താല്പര്യമുള്ള, ഹൃദയം അറിയുന്ന ഒരുവനാണല്ലോ ഇത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നീ എന്നെ എവിടെ വെച്ച് അറിയും? നമ്മൾ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്?
യേശുവിൻ്റെ സ്വഭാവം പതുക്കെ പതുക്കെ അകത്തേക്ക് കയറുക എന്നുള്ളതാണ്. ആമേൻ. അത് ശമരിയക്കാരിയുമായുള്ള സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയും. ഞെട്ടിപ്പിക്കുന്നവനാണ് യേശു. ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിലെത്തുമ്പോൾ യേശു നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്. ആമേൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ യേശു ഫെയ്ക്കാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫെയ്ക്കാവാൻ സാധ്യതയുണ്ട്. ആമേൻ. സംതിങ് ഈസ് ദെയർ. ഓക്കെ, വായിച്ചേ. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. പറഞ്ഞൊരു സാധനം, ഫിലിപ്പോസ് നിന്നെ എൻ്റെ അടുക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരും മുമ്പ് നീ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ ആരെയായി പഠിച്ചേ? നീ ആരെയായി വായിച്ചേ? നീ വായിച്ച വചനമാ ഞാൻ. നീ വചനം വായിച്ച് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ അത് എന്നെ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ അവിടെ വെച്ചേ അറിഞ്ഞിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ എൻകറേജിങ് തരുന്നൊരു ഫാക്ടറാണിത്. കാരണം എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശു മറഞ്ഞിരുന്നു, കൂടെ നടന്നിട്ടും മറഞ്ഞിരുന്നു, സംസാരിച്ചിട്ടും മറഞ്ഞിരുന്നു. ലാസ്റ്റിലാണ് യേശു വെളിപ്പെടുന്നത്. എന്തുകൊണ്ട് യേശു മറഞ്ഞിരുന്നു? കാരണം യേശു ഇപ്പോൾ ആത്മശരീരത്തിലാണ്, തേജസ്സേറിയ ശരീരത്തിലാണ്. പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷപ്പെടാനും കഴിവുള്ള ഒരു ശരീരത്തിലാണ്. അതും മാത്രമല്ല, യേശു ആഗ്രഹിക്കുന്നത് സ്വപ്നത്തിൽ വെളിപ്പെടുന്ന യേശുവിനേക്കാൾ, ദർശനത്തിൽ വെളിപ്പെടുന്ന യേശുവിനേക്കാൾ നിന്റെ കയ്യിൽ വചനത്തിൽ വെളിപ്പെടുന്ന യേശുവിൽ നീ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചെറിയ വേദപുസ്തകം മുതൽ ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ ഒരു ലൈബ്രറി, വലിയ വേദപുസ്തകം മുതൽ ചെറിയ, നല്ലതാണ്. ഇറ്റ്സ് ഗുഡ്. പോക്കറ്റ് ബൈബിൾ, ഓൺലൈൻ ബൈബിൾ, ഹാർഡ് കോപ്പി ബൈബിൾ, ബ്രൗൺ ലെതേർഡ് ബൈബിൾ, എല്ലാം നല്ലതാണ്. റെഡ് ലെറ്റർ ബൈബിൾ, ഇറ്റ്സ് ഓൾ ഗുഡ്. പക്ഷെ വാട്ട് ഫോർ? എന്തിനാണ്? വായിച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ മോശയുടെ എഴുത്തുകളിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും അവൻ തന്നെക്കുറിച്ചുള്ളതെടുത്ത് വെളിപ്പെടുത്തിയെന്ന ക്ലിയോപ്പാവിൻ്റെയും മറിയയുടെയും കൂട്ടായ്മയിൽ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ ആരുണ്ട്? യേശു ക്രിസ്തു ഉണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അവൻ മുഖാന്തരമാണ് സകലവും ഉളവായത്. അപ്പോൾ സൃഷ്ടിപ്പ് നടത്തിയത് ആരാണ്? ക്രിസ്തു എന്ന ദൈവവചനമാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം നമ്മളെ കയ്യിലുള്ള വേദപുസ്തകത്തെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോളം വലിപ്പമുള്ളതായി കാണണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എന്നെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നീ വചനം തിരിച്ചറിയാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ വായിക്കുന്ന വചനത്തിൽ നിന്ന് നമ്മൾക്ക് 1000 കൂട്ടം കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ആ വചനം നമ്മളെ തിരിച്ചറിയുന്ന ഒരു കൂട്ടായ്മ ഉളവാകുന്ന ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് 2 മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞാനും വേദപുസ്തകം വായിക്കുമ്പോൾ എന്നെ വായിക്കുന്ന, എന്നെ തിരിച്ചറിയുന്ന, എന്നോട് ഇടപെടുന്ന ഒരു ദൈവ വചനത്തെ കണ്ടുമുട്ടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. വെറുതെ വായിച്ചു നിർത്താതെ, വെറുതെ പ്രാർത്ഥിച്ചു നിർത്താതെ, വെറുതെ ഇടപെട്ട്, അതേ സ്തോത്രം, ഞങ്ങൾ വെറുതെ ആയി പോകാതെ ഇടപെടലുകളിൽ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ വെളിപ്പെടുത്തുന്ന ദൈവ വചന ഭാഗത്തിനായി സ്തോത്രം. ആമേൻ. അത് മാത്രമാണോ? കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട്. അതിൽ ഒരുത്തൻ പിശാചായിപ്പോയി. എങ്കിലും 11 പേരുണ്ട്. ഈ 11 പേരിൽ കർത്താവ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക്, ഏഷ്യയിലേക്ക്, കേരളത്തിലേക്ക് ഒരുവനെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ പത്രോസിനെ വിടാതെ, യാക്കോബിനെ വിടാതെ, യോഹന്നാനെ വിടാതെ തോമസിനെ തന്നെ വിട്ടു. എന്താ അതിൻ്റെ കാര്യം? സ്തോത്രം. തോമസ് യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞ് ആദ്യമായി കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആശാൻ അവിടെ ഇല്ല. അത്യാവശ്യം എന്തോ കാര്യത്തിന് പോയായിരിക്കും. നമ്മളും പലരും അങ്ങനെയാണല്ലോ. ചില സമയത്ത് നമ്മൾ കാണത്തില്ല.
എങ്കിൽ ഇന്നുള്ളത് ഓർത്ത് സ്തോത്രം. അപ്പൊ സമയത്ത് കാണുക എന്നുള്ളത് വലിയൊരു എന്താണ് പറയുന്നത്, ഒരു ബ്ലെസ്സഡ്നെസ് ആണ്. സമയത്ത് കാണുക. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഒന്നുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ഒരു കരുണ ഓർക്കണേ. സ്തോത്രം. കർത്താവ് രണ്ടാമത് വിസിറ്റ് ചെയ്യുകയാണ് അടുത്ത ആഴ്ചയിൽ, 7 ദിവസം കഴിഞ്ഞ്. അപ്പോൾ തോമസ് നേരത്തെ കുറച്ച് വീരവാദം മുഴക്കിയായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞൊന്നും ശരിയൊന്നുമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റുള്ളത് നിങ്ങൾക്കൊരു അല്യൂസിനേഷൻ തോന്നിയതാണ് അല്ലേ, ഒരു ഹിസ്റ്റീരിയ അടിച്ചതാണ്, നിങ്ങളെന്തോ ട്രാൻസിൽ പോയതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ബഹളം. പുള്ളി ഓടി പറഞ്ഞു അങ്ങ് മൂത്തു. നമ്മളും അങ്ങനെയാണ്, പറഞ്ഞ് നമ്മൾ വിട്ടു പറയും. പുള്ളി പറഞ്ഞു, യേശു കർത്താവിൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യേശു കർത്താവിൻ്റെ ആ തുറന്ന ചങ്കിൻ്റെ അകത്ത് എൻ്റെ ഫിസ്റ്റ് കടത്തിയിട്ടല്ലാതെ ഞാൻ, എന്നെ പറച്ചില്ല ഈ പുള്ളി പറഞ്ഞ്. ഒന്നാമത് തുറന്നിരിക്കുകയാണോ കടത്താൻ എന്നറിയത്തില്ല എന്നാർക്കും. പ്രൈസ് ഗോഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. കാരണം പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാ യേശു ക്രിസ്തുവിനുള്ള അവിശ്വാസത്തിൽ. മനസ്സിലായോ? പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പോൾ കർത്താവ് രണ്ടാമതും പുള്ളിക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നീ കൊണ്ടുവരാൻ പറഞ്ഞു, നിൻ്റെ ആ വലിയ വിരലിങ് കൊണ്ടുപോവാ, നിൻ്റെ ആ ഫിസ്റ്റിങ് കൊണ്ടുപോവാ, എൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിടുക, എൻ്റെ വിലാപ്പുറത്ത് കൈ കടത്തുക. പക്ഷേ തോമസ് കടത്തിയില്ല. തോമസ് ആണ് അന്നേരം ആദ്യമായി എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവനേ എന്ന പദം ആരാധനയായി ഉപയോഗിക്കുന്നു. അതുവരെ പത്രോസ് പോലും ഉപയോഗിച്ചിട്ടില്ല. പത്രോസ് ഉപയോഗിച്ച പദം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. സംതിങ് പാരലൽ ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ആമേൻ. തോമസ് ആണ് ആദ്യമായിട്ട് എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ എന്ന് ഉപയോഗിക്കുന്നത്. യേശു ഒരു അഡ്വൈസ് കൊടുത്തു വിട്ടു, എന്തായാലും നീ പോകുന്നത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോയാലും നീ ആദ്യമായിട്ട് കാലി ഔട്ടുന്നത് കേരളക്കാരാ. അവിടെ മലയാളീസ് എന്ന് പറഞ്ഞ വർഗമുണ്ട്. അതുങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇത് കേട്ടോ, കണ്ട് വിശ്വസിച്ചവരല്ല, ഒരു ഗ്രേഡ് അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. സ്വതന്ത്രം ചെയ്തേ. അടുത്തുള്ള നോക്കി പറ, നിനക്ക് വേണ്ടി മാത്രം എഴുതിയാന്ന് പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ട് വിശ്വസിപ്പാൻ കഴിയാത്തവർക്ക് കാണാതെ വായിച്ച് വിശ്വസിപ്പാൻ കർത്താവ് ഒരു പദവി നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നീ കർത്താവിനെ കണ്ടില്ലേലും കുഴപ്പമില്ല, വചനം വായിക്കുമ്പോൾ വചനത്തിൽ നിന്ന് ഒരു കർത്താവ് വെളിപ്പെട്ടു വരികയാണ്. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കൽ ഒരു ദൈവം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെയും അത് നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോ, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോ. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഒരു മകനുള്ളതല്ല, എല്ലാ മക്കൾക്കും. ഒരു മകൾക്കുള്ളതല്ല, എല്ലാ മക്കൾക്കും ഉള്ളതാണ്. ദൈവത്തിന്റെ വചനം വെളിപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ആദിയിലുണ്ടായിരുന്ന വചനം ക്രിസ്തുവാൻ തെളിയിക്കുന്ന മറ്റൊരു വാക്യം കൂടെയുണ്ട്. വെളിപ്പാട് പുസ്തകം 19 ഒരുവൻ ഒരു കുതിരപ്പുറത്ത് കയറി പോകുന്നത് കണ്ടു. വെള്ളക്കുതിരപ്പുറത്ത് അവന്റെ കാലിൽ, അവന്റെ തായ്സിൽ ഒരു ടാറ്റു, ഒരു എഴുത്ത് കണ്ടു. എന്താണ്? ദൈവവചനം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനം അന്തിമ ഭാഗത്ത് വെളിപ്പാടിൽ കുതിരപ്പുറത്ത് കയറി പോകുന്നതായിട്ടാണ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം നിർമ്മിച്ചവൻ, എല്ലാം ഉളവാക്കിയവൻ, തൻ്റെ ബലത്താൽ എല്ലാത്തിനെയും പരിപാലിക്കുന്ന ദൈവം ന്യായം വിധിക്കുവാനായി വെള്ളക്കുതിരയുടെ തേരിലേറി പോകുന്നൊരു ഒരു 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 ചിത്രമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അത് ദൈവവചനമാണ്. ഗ്ലോറി, ഗ്ലോറി. പ്രത്യേകിച്ച് യേശു തൻ്റെ അന്തിമ സമയങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു, ഇതാ ക്രിസ്തു അവിടെ, ഇതാ ക്രിസ്തു ഇവിടെ, ഇതാ ക്രിസ്തു അറയുടെ അകത്ത്, ഇതാ ക്രിസ്തു മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോകരുത്. എന്നാൽ ഇതാ ക്രിസ്തു ഉൽപ്പത്തിയിൽ എന്ന് പറഞ്ഞാൽ അവിടേക്ക് നീ ഓടണം.
ഇതാ ക്രിസ്തു പുറപ്പാടിലെന്ന് പറഞ്ഞാൽ നീ അവിടേക്ക് ഓടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ വസ്തുക്കളെ കുറിച്ച് പഠിക്കുകയായിരുന്നു, ഉപയോഗങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്നു. എല്ലാം ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തിൻ്റെ സകല വശങ്ങളും ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ക്രിസ്തു നഥനയേലിനോട് പറയുക, നീ കേട്ടതും നീ കണ്ടതും നീ അനുഭവിച്ചതും പഠിച്ചതും ഒന്നുമല്ല എന്ന് വരുമാറ് ഇതിലും വലുത് നീ കാണാൻ പോകുന്നു. വായിച്ചേ, ഭാഗത്ത് വായിച്ചേ. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, അപ്പൊ ഈ പ്രവചനം കേട്ടപ്പോ ഇദ്ദേഹത്തിനൊരു എൻകറേജ്മെന്റ് വന്ന് ഒരു കൺഫെഷൻ പുള്ളി നടത്തി, ഒരു സാക്ഷ്യം പുള്ളി പറഞ്ഞു, നീ സാക്ഷാൽ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. ഓ ഗോൺ. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. എടാ മോനെ, ഞാൻ നിന്നെ കുറിച്ചൊരു പ്രവചനം പറഞ്ഞപ്പോ നീ ഇത്രയും എക്സൈറ്റഡ് ആയോ? നീ ഇതിനേക്കാൾ വലുത് കാണാൻ. എന്താണ് വലുത്? ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കാര്യം പറയാം. എന്താണ് കാണുന്നത്? സ്വർഗം, അടഞ്ഞിരിക്കുന്ന സ്വർഗം പെട്ടെന്നൊന്ന് തുറന്ന് മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ചെയ്യുന്നതല്ല. സ്വർഗം എന്നേക്കുമായി തുറന്നിരിക്കുന്നതും. വ്യത്യാസം മനസ്സിലായോ? ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നീ ഒരു സ്വപ്നം കണ്ടതല്ല, സ്വർഗം തുറന്നിരിക്കുകയാണ്. സ്വർഗത്തിൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുകയാണ്. ഇത് നീ കാണാൻ പോവുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഭൂമിയിൽ തന്റെ ദൗത്യം പൂർത്തീകരിച്ച നിമിഷം the heaven has opened and never shut after that. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗ്ലോറി, ഗ്ലോറി. സംതിങ് ന്യൂ, സംതിങ് ന്യൂ. കർത്താവ് ഈ ഭാഗം തൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല. ഇനി യേശു കർത്താവല്ലേ, കയ്യിൽ നിന്നിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് വചനമല്ലേ. സ്തോത്രം. ഇത് പഴയ നിയമത്തിൻ്റെ കോട്ടിങ്ങാ. പിന്നെയും എൻ്റെ തിയറം പ്രൂവ്ഡ് ആയി വരുവാണ്. യേശു കർത്താവ് ഒന്നും പുതുതായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാം 39 പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞിട്ട്. ചിലത് വ്യാഖ്യാനിച്ചു, ചിലത് പൊരുൾ തിരിച്ചു എന്നല്ലാതെ യേശു കർത്താവ് ഒന്നും പുതുതായി പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞ എന്തും നോക്കൂ, ഇറ്റ് വിൽ ബി റൂട്ടഡ്, ഇറ്റ് മസ്റ്റ് ബി റൂട്ടഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അന്നത്തെ വചനം അതായിരുന്നു. ആമേൻ. ഇതെവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. അതൊന്ന് വായിച്ചാട്ട്. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ബേർഷേബയിലാണ് ആ സമയത്ത് ഇസ്ഹാക്ക് പിതാവ് താമസിച്ചിരുന്നത്. അത് അല്പം താഴെയാണ്. അവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി? ഹാരാനിലേക്ക്, വടക്കോട്ട് പോവുകയാണ്, സിറിയയിലേക്ക് പോവുകയാണ്. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, അവൻ ഒരു പർട്ടിക്കുലർ സ്ഥലമെന്ന് പറയാതെ ഒരു സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിക്കുക കൊണ്ട് ആ സമയത്ത് രാത്രിയാകുവാൻ സന്ധ്യയാകുന്നൊരു 5 മണി 6 മണിയായി സൂര്യൻ അസ്തമിച്ചു. അവിടെ രാപാർത്തു. അതിനാൽ അവിടെ രാപാർത്തു. കാഷ്വൽ, നത്തിങ് സ്പെഷ്യൽ, ജസ്റ്റ് എ നോർമൽ റൂട്ടീൻ ഫോർ എ ട്രാവലർ. ഒത്തിരി ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്കൊരു സാധാരണ വിഷയം. സൂര്യൻ അസ്തമിച്ചു, കാട്ടുമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്, കൊള്ളക്കാർ ഇറങ്ങാൻ സാധ്യതയുണ്ട്, അവിടെ താമസിക്കാം. അവിടെ തന്നെ താമസിക്കുകയാണ്. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോരുകയായതുകൊണ്ട് ബ്രീഫ് കേസോ സൂട്ട് കേസോ ലഗേജ് ബാഗോ ബാക്ക് പാക്കോ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. സോ എന്ത് ചെയ്തു? ഒരു കല്ല്, ഒരു ഇച്ചിരി ഗുണമുള്ള കല്ലായിരിക്കും, ഒന്ന് ഇച്ചിരി സോഫ്റ്റ്നെസ്സായി ഫീൽ ചെയ്ത ഒരു തേഞ്ഞ മാഞ്ഞ ഒരു കല്ലായിരിക്കും, അതെടുത്ത് തലയണയായി എടുത്തു വെച്ചു. തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവിടെ പുള്ളി കിടന്നുറങ്ങി. സിമ്പിൾ, നോർമൽ തിങ്. അവനൊരു സ്വപ്നം കണ്ടു. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി. ഇതാ ഭൂമിയിൽ അതിൻ്റെ താഴ്ഭാഗം വന്ന് കുത്തി നിൽക്കുന്ന ഒരു കോവേണി, ഒരു സ്റ്റെയർവേ.
അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ഓഹോ, അതിന്റെ തല അങ്ങ് സ്വർഗത്തോളം എത്തിയിരിക്കുക. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമാണ്. അടുത്തത്, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. അതിന്റെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്യുകയാണ്. മതി, നോക്കൂ, ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് യാക്കോബ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഈ മൂന്ന് പേരെയാണ് അവർ പിതാക്കന്മാർ, പെട്രിയാക്സ് എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ മീതെ ഉള്ളവരും പിതാക്കന്മാരാണ്, എങ്കിൽ ഇവരാണ് ഹൈലൈറ്റഡ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ലെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. നോഹയുടെ ദൈവം എന്നല്ല പറഞ്ഞത്, തേരഹിൻ്റെ ദൈവം എന്നല്ല പറഞ്ഞത്, ജോസഫിൻ്റെ ദൈവം എന്നല്ല പറഞ്ഞത്. ദർ ഇസ് ഡിഫറൻസ്. ദൈവം എല്ലാവരുടെ ദൈവമായിരിക്കും. അപ്രോച്ച്, മനുഷ്യരുടെ അപ്രോച്ച് അനുസരിച്ച് ബന്ധങ്ങൾ വർദ്ധിക്കാറുണ്ട്. ഇവിടെ ഇതുവരെയുള്ള യാക്കോബിൻ്റെ ഫീച്ചർ നോക്കിക്കേ. കള്ളൻ, വഞ്ചകൻ, ചാതിയൻ, ഉപായി എന്നൊക്കെ നമുക്ക്, ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ എന്നൊക്കെ നമുക്ക് വേണം തോന്നാം. പക്ഷേ ദൈവം തനിക്ക് വെളിപ്പെടുകയാണ്. താൻ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, താൻ അപേക്ഷിച്ചിട്ടല്ല, താൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല, എന്നാൽ തനിക്ക് വെളിപ്പെടുകയാണ്. എന്താ കാര്യം? ആ സ്പിരിച്വൽ റലം അങ്ങനത്തതായിരുന്നു. ആ സ്പിരിച്വൽ റലത്തിന് പിന്നെ യാക്കോബ് ഒരു പേരങ്ങോട്ടിട്ടു, ബെത്ത് ഏൽ. ഏൽ എന്ന ദൈവത്തിൻ്റെ ഗൃഹം. പ്രൈസ് ഗോഡ്. അവിടെ എന്താ താൻ കണ്ടത്? അവിടെ താൻ കണ്ടത് ഒരു കോവേണിയും ദൂതന്മാരും യഹോവയൊക്കെ ആണെങ്കിലും ഈ കാര്യത്തെയാണ് യേശു കർത്താവ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് പഠിച്ചാൽ ഇദ്ദേഹം കണ്ടത് യേശു കർത്താവിനെയാണ്. സൂക്ഷിച്ച് വായിച്ച യേശു എന്താണ് നഥനോട് പറയുന്നത്? നീ ഇതിലും വലിയ കാണുമെന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ഒരു കോവേണി കാണുമെന്നാണ് പറയേണ്ടത്. You will going to see a stairway, escalator, lift എന്നാണ് പറയേണ്ടത്. അതവിടെ ഇല്ലല്ലോ. അതിന് ഒരു ആരെയാ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യപുത്രൻ. സോ ഹൂ ഈസ് ദ സ്റ്റെയർവേ? സ്വർഗത്തെ ഭൂമിയുമായി ബന്ധിക്കുന്ന സ്റ്റെയർവേ ആരാ? ഭൂമിയെ സ്വർഗവുമായി ബന്ധിക്കുന്ന സ്റ്റെയർവേ ആരാ? അത് ദൈവപുത്രനായിരുന്നവനും മനുഷ്യപുത്രനായവനും ദൈവപുത്രനും മനുഷ്യപുത്രനുമായി സമ്മേളിച്ചവനുമായ the incarnated holy one of the living God called Yeshua HaMashiach. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ സ്വപ്നത്തെ, ഈ സംഭവത്തെ കർത്താവിടെ പൊരുൾ തിരിച്ചു കൊടുക്കുക. അവിടെ ദൂതന്മാരല്ല വിഷയം, അവർ കയറിയവരല്ല വിഷയം, ഇറങ്ങിയവരല്ല വിഷയം, കയറാൻ അവരുപയോഗിച്ച കോവേണിയല്ല വിഷയം. അത് മുഴുവനും ഞാനാണ്. നിനക്ക് യഹോവയാം ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ ഞാൻ മുഖാന്തരമല്ലാതെ I am the way, I am the door, I am the stairway towards heaven. Hallelujah. ആമേൻ, ആമേൻ. അപ്പൊ യേശു ക്രിസ്തു എന്ന ദൈവവചനമാണ് നമ്മൾ ഇന്നത്തെ പ്രഭാഷണത്തിൽ സ്റ്റെയർവേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഈ വചനത്തിൽ നിന്നല്ലേ നമുക്ക് വാഗ്ദത്തങ്ങൾ കിട്ടുക, വാഗ്ദത്തങ്ങളല്ലേ നമ്മളെ ശക്തീകരിക്കുക. ഈ വചനത്തിൽ നിന്നല്ലേ നമുക്ക് പ്രവചനങ്ങൾ കിട്ടുക, പ്രവചനങ്ങളെ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഈ വചനത്തിൽ നിന്നല്ലേ നമുക്ക് പ്രത്യാശ കിട്ടുക, ആ പ്രത്യാശയല്ലേ നമ്മളെ സ്ഥിരീകരിക്കുന്നത്. ഈ വചനത്തിൽ നിന്നല്ലേ നമുക്ക് വിശ്വാസം കിട്ടുക, ആ വിശ്വാസമല്ലേ നമ്മളെ പടിപടിയായി ദൈവകൃപ ഉയർത്തുന്നത്. ആമേൻ. ഇനി നമ്മൾ ഇന്ന് കർത്താവിനെ ആരാധിച്ച പാട്ട് അതുകൊണ്ടൊന്ന് ചേർത്ത് നോക്കിയേ. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ കാഷ്വലായി, യൂഷ്വലായി സൂര്യൻ അസ്തമിച്ചതിനാൽ ഉറങ്ങണമല്ലോ, കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അല്പം ഭയത്തോടെ കിടക്കുകയാണ്. ദൈവം എന്ത് ചെയ്യുകയാണ്? പഴയ നിയമത്തിൽ സ്വപ്നം കാണിച്ച് തുറക്കുകയാണ്. പുതിയ നിയമത്തിൽ വ്യക്തിത്വമായി വെളിപ്പെട്ട് വഴി തുറന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവത്തിലേക്കുള്ള വഴി, യഹോവയിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, ഹല്ലേലൂയ, ആത്മീകത്തിലേക്കുള്ള വഴി, ദൈവകൃപയിലേക്കുള്ള വഴി, ദൈവത്തിന്റെ ആത്മീക സമ്പന്നതയിലേക്കുള്ള വഴി യേശു മുഖാന്തരം തുറന്നിരിക്കുകയാണ്, 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 തുറന്നിരിക്കുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വഴി വെളിപ്പെടട്ടെ, വാതിലുകൾ വെളിപ്പെടട്ടെ. രമണബലഗരി അന്ധരബലഗ. നമ്മളൊരു പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതലിലേക്കുള്ള വഴിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ അങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് അടുത്ത നന്മയിലേക്കുള്ള വഴിയായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനെയാണ്, മനുഷ്യരല്ലേ. എന്നാൽ ആ ഒരു വഴി മാത്രമല്ല കർത്താവ് തുറക്കുന്നത്, ഒരു പരിഹാര വഴി മാത്രമല്ല, ഒരു സൊല്യൂഷൻ എന്ന വഴി മാത്രമല്ല. യഹോവയാം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എൻത്രോൺഡ് ആകുവാനുള്ള വഴിയാണ് കർത്താവ് 2000 വർഷം മുമ്പേ തുറന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാട്ടുകാരൻ എഴുതിയപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. എന്നാൽ നമുക്കത് ഉദ്ദേശിച്ചൊന്ന് പാടാം. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി കണ്ണുകളടച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. നമുക്ക് കഴിയാത്തത് സാധിപ്പിക്കാനാണ് യേശു ഇറങ്ങി വന്നത്. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ഞങ്ങൾ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞോട്ടെ. വർഷം ചെയ്തോളൂ, കുഴപ്പമില്ല. ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതല്ല, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വപ്നം കണ്ടതിൽ ചിലതാണെന്ന് പറയുന്നവരോട് ഇന്ന് കരം ഉയർത്തിക്കേ. ഇപ്പൊ സ്വപ്നം കാണാൻ കഴിയാത്തതിൽ നമ്മൾ ഇന്നെത്തിയെങ്കിൽ, സ്വപ്നം കണ്ടത് വിശ്വസിപ്പാൻ പോലും കഴിയുന്നില്ല, അവിടെ നമ്മൾ ഇന്നെത്തിയെങ്കിൽ ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എന്തായിരിക്കും? കാരണം നമ്മൾ യാക്കോബിനെ പോലെ അല്ല പോകുന്നത്, നമ്മൾ ക്രിസ്തുവിലാണ് നടക്കുന്നത്. ക്രിസ്തു എന്ന വഴിയിൽ, ക്രിസ്തുവിന്റെ ജീവനിൽ, ക്രിസ്തു എന്ന വാതിൽ. ഒന്നെഴുന്നേറ്റ് നമുക്ക് എന്താണെന്ന് ആലോചിക്കാം. വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. ഓ, സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ഞങ്ങൾ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ, തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ.
എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഓ ഹല്ലേലൂയാ 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 എല്ലാത്തിലും മേലായി ഓരോ നാം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം